എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന നവംബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. Magician, Two of Swords, Queen of Swords, King of Wands, Judgment, Queen of Cups. ആദ്യം തന്നെ മെജീഷ്യൻ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മുന്നേറാൻ പറ്റില്ല, ഞാനൊന്നും ആവില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നിടത്ത് നിന്ന് എന്നെക്കൊണ്ട് പറ്റും അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിയും, ഞാൻ വിചാരിച്ചിടത്തേക്ക് എത്താൻ, എൻ്റെ ലക്ഷ്യം നേടാനായിട്ട് എനിക്ക് കഴിയുമെന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ കോൺഫിഡൻസ് കൂടുകയാണ്. നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്ന ആളുകളാവാം, നിങ്ങളായിക്കൊള്ളട്ടെ, ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. സാഹചര്യവശാലും ഇതുവരെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടിട്ടാവാം നിങ്ങളുടെ ഉള്ളിലൊരു നെഗറ്റിവിറ്റി ആയിരിക്കാം. പക്ഷേ ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിലൊരു ആത്മവിശ്വാസം ഉണ്ടാവുകയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി സ്വയം പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു വിശ്വാസം. ഇവിടെ ഒരു ക്രിയേഷനാണ്, അതായത് നിങ്ങളായിട്ട് എന്തൊക്കെയോ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതായത് നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും അത് സൃഷ്ടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ചിന്തിച്ച ലെവലിലേക്കുള്ളൊരു ബിസിനസ്സിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നല്ലൊരു ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൻ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരിയായിട്ടുള്ളൊരു പേഴ്സണൽ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതേപോലെ തന്നെ മുന്നോട്ടേക്ക് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയിലേക്ക് കൊണ്ടെത്തുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മെയിൻ ഗോൾ എന്താണെന്ന് ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷം ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റയടിക്ക് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നോക്കാതെ ഓരോ സ്റ്റെപ്പും നോക്കി മുന്നോട്ടേക്ക്, അതായത് നിങ്ങൾ വളരെ ക്ഷമയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ബിസിനസ്സോ മറ്റ് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തുടങ്ങാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അതിന് പറ്റിയൊരു സമയമാണ് ഈ ഒരു മാസം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുന്ന ഒരു സമയമാണ് മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ തുടങ്ങാവുന്നതാണ്. ടു ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു എവിടെ എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതാണോ ഇതാണോ എന്നുള്ളൊരു സംഘർഷം വരാം. അതിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും മറ്റെന്തെങ്കിലും കാര്യത്തിലും ആവാം. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏത് കോഴ്സ് എടുക്കണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാവാം, മറ്റ് പലതരത്തിലുള്ള സംശയങ്ങളാവാം. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി, നിങ്ങളൊരു ക്രോസ് റോഡിലാണ്. അപ്പോൾ ഏത് വഴിയാണ് ഇനി പോകേണ്ടത് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ അലട്ടുന്നത് ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് കാണാതിരിക്കുക. കാരണം ഇത് എല്ലാവരുടെയും നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ മുന്നോട്ടേക്കാണ് പോകുന്നു എന്നുള്ളതിൻ്റെയും ഒരു സൂചന ആണ് ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതായത് പലപ്പോഴായിട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളത് അറിയാതിരിക്കുന്നതൊരു തെറ്റോ അല്ലെങ്കിൽ അതിൽ ഒരു സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മുന്നോട്ടേക്ക് പോകുന്തോറാണ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് വച്ച ഉടനെ എങ്ങനെയാണ് മുന്നോട്ടേക്ക് എന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ തൊട്ടടുത്തുള്ള സ്റ്റെപ്പിലേക്ക് നോക്കുക, ഏറ്റവും അറ്റത്തേക്കല്ല നോക്കേണ്ടത് എന്നുള്ളത് മാത്രം ഓർമ്മയിൽ എപ്പോഴും വയ്ക്കുക എന്നുള്ളതാണ്.
അത് നിങ്ങൾ പുതിയ ജോലിയിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട് പലരും. പുതിയ ജോലിയിൽ കയറിയ പാടെ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ടൊന്നും അളക്കാൻ നിൽക്കണ്ട. ഇപ്പോൾ നിങ്ങൾ പുതിയ ജോലി കയറിയിട്ടുള്ളൂ, അത് പൂർണ്ണമായിട്ടൊരു 3-6 മാസമൊക്കെ ആവുമ്പോഴാണ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്. മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് ക്യൂൻ ഓഫ് സോർട്സ് എനർജിയാണ്. ക്യൂൻ ഓഫ് സോർട്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. വളരെ സത്യസന്ധതയോടുകൂടിയിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കി ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളപ്പോൾ. ആ ഒരു സത്യസന്ധത നിങ്ങൾ എല്ലാ കാര്യത്തിലും പാലിക്കുന്നുണ്ട്. അതായത് എന്ത് കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിനാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിനാണെങ്കിലും എല്ലാം വളരെ സത്യസന്ധതയോട് കൂടിയിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായിട്ട് മറ്റാളുകൾക്ക് നിങ്ങളിൽ നിന്ന് വഴക്കോ പ്രശ്നം, അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഒരിക്കലും നിങ്ങളിലേക്ക് എത്തുന്നില്ല. നിങ്ങൾ എല്ലാവരും വളരെ ആദരവോട് കൂടിയിട്ടാണ് കാണുന്നത്. ആ ഒരു എനർജി നിങ്ങളിൽ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ക്യൂൻ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് ഇത് സൂചിപ്പിക്കുന്നത് വളരെ ഹയർ പൊസിഷനിലേക്ക് പോകുന്നു എന്നുള്ളതാവാം. അതായത് ജോലിയിൽ പ്രൊമോഷനോ കാര്യങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ മേലധികാരികൾ കാണുകയും നിങ്ങൾ മുകളിലേക്ക് പോകണം എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഹയർ പൊസിഷനിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം അതായത് ചുറ്റുപാടും ഉള്ള അന്തരീക്ഷം ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്ത് ആയിക്കൊള്ളട്ടെ, എല്ലാത്തിലും ഒരു മുന്നേറ്റമാണ് കാണിക്കുന്നത്. അത് ജോലി സംബന്ധമായിട്ടോ അല്ലാതെയോ ഒക്കെ വളരെ വലിയൊരു മുന്നേറ്റം. കിങ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ശരിയായിട്ടുള്ള പവർ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജോലിയുള്ള ഒരാളാണെങ്കിലും ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിലും, അതായത് നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്, അത് പ്രായമായിട്ടുള്ളൊരു വ്യക്തിയാണ്, റിട്ടയർ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വീട്ടമ്മയാണ്, ഇതൊന്നും ഇതിനെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള കഴിവ് എന്താണ്, നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങളുടെ പേഴ്സണൽ പവർ എന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ജോലിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ജോലിയിലുള്ള കഴിവ് മികവ് തെളിയിച്ചാൽ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് എന്താണ് എന്നുള്ളതാണ്. വീട്ടിലിരുന്നിട്ടും നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്, മറ്റുള്ളവർ നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ വീട്ടിലിരിക്കുന്ന ഒരാളൊരു ജോലിയിലേക്ക് പോകുന്നതാവും, അതല്ല വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. 4 ആൾ നിങ്ങളെ അറിയുന്നതും മനസ്സിലാക്കുന്നതും നിങ്ങളുടെ കഴിവുകൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു എനർജിയാണ്. ജഡ്ജ്മെൻറ്റ് ടൈമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് റിയലൈസേഷനാണ്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നു, അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതേപോലെ തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണോ നിങ്ങൾ ചെയ്യുക. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നിങ്ങളെ ബാധിക്കുന്ന ഒരു സാഹചര്യമേ അല്ല. പല കാര്യങ്ങളും നിങ്ങളുടെ ശരിയായിട്ടുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ശരിയായിട്ടുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ക്വീൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വീൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പല വ്യക്തികളും നിങ്ങളുടെ കൂടെ ചേർന്നിട്ട്, അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ ചേർന്നിട്ട് ഒരുമിച്ച് നിന്ന് എന്തോ ഒരു വലിയ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതുമാവാം ഇത് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പല അപകർഷത ബോധങ്ങളും വിട്ടകലുന്നൊരു സമയമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ വിഷമിക്കുന്ന ആളുകൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ട് ഏത് കാര്യത്തിലായിക്കൊള്ളട്ടെ അങ്ങനെയും ആളുകളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.
ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലൈഫിലൊരു മനസ്സമാധാനവും തൃപ്തിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.